എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് വീണ്ടും കൃപ തന്നല്ലോ. ചിന്തകളെക്കുറിച്ച് ഇന്നലെ നമ്മൾ ധ്യാനിക്കുവാനിടയായി തീർന്നു. ചിന്തകളുടെ ആഴമേറിയ അനുഭവമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ജീസസ് എവരിഡേ നമുക്ക് നല്ല ചിന്തകളാണ് തരുന്നത്. അത് നിങ്ങളോട് പറയുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം നിങ്ങൾക്കൊരു നല്ല സന്ദേശം തരാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്ദേശം എത്തിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആദ്യം ഞങ്ങളാണ് അനുഗ്രഹിക്കപ്പെടും. കാരണം ഈ സന്ദേശം നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. അതാണ് ഞങ്ങളുടെ അനുഗ്രഹം, അതാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് എത്രയധികം പേർ അനുഗ്രഹിക്കപ്പെടുമോ അത്രയും ഞങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാണ് ദൈവവചനത്തിൻ്റെ സംവിധാനം. അബ്രഹാമിനെ ദൈവം വിളിച്ചത് നീ സകല ജാതികൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഇതാണ് സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുക, അത് നമ്മുടെ ഒരു വിളിയാണ്. അപ്പോൾ നമ്മൾ ഏകാഗ്രതയോടെ ജീവിക്കുന്നവരായിരിക്കണം. ഇന്നുള്ള പല മീഡിയയുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ പെട്ടുപോകരുത്. രാവിലെ എഴുന്നേറ്റ് മൊബൈൽ കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന് ഒരു കാര്യവും ചെയ്യാതെ മണിക്കൂറുകൾ പോകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ബെഡ്റൂം പോലും ക്ലീൻ ആക്കാറില്ല, അവരുടെ ബാത്റൂം ക്ലീൻ അല്ല, അവരുടെ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടു പോയി, അവരുടെ ചിന്താമണ്ഡലം വളരെ മോശമായി പോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു കാർട്ടൂൺ കണ്ടു. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഒരു ബ്രിട്ടീഷുകാരൻ, ഒരു ഇംഗ്ലീഷുകാരൻ. ആ ഇംഗ്ലീഷുകാരനെ അദ്ദേഹം ഒരു മരച്ചോട്ടിലിരിക്കുന്നു, ഒരു ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നു. അനവധി ആപ്പിളുകൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വീണിട്ട് ഇടത്തും വലത്തും നൂറുകണക്കിന് ആപ്പിൾ കിടക്കുകയാണ്. അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിക്കുന്നു. എന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടാണ് അയാൾ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുക, തലയിൽ ആപ്പിൾ വീണ് 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 താഴെ വീഴുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, താഴെ എഴുതിയിരിക്കുകയാണ്, ന്യൂട്ടൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ ആകത്തില്ലായിരുന്നു. എത്ര നല്ലൊരു ചിന്തയാണത്. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മൊബൈലിലാണ് റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അഡിക്റ്റായി പോയാൽ ആപ്പിള് തലേ വീണാലും, വീട്ടിലുള്ളവർ വിളിച്ചാലും, തേങ്ങ വീണാലും, ചക്ക വീണാലും അറിയില്ല. അങ്ങനത്തെ ഒരു മോശമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സ്, ദൈവം തന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനസ്സ് കലങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിലെ മീഡിയയുടെ ഏറ്റവും മോശമായ ചലനങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഇതിൽ നിന്ന് നമ്മുടെ അടുത്ത തലമുറയെ എങ്ങനെ രക്ഷിക്കാം? അതിനുവേണ്ടി അവരെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഈ ദിവസങ്ങളിൽ ആ ഒരു വിഷയം എൻ്റെ മനസ്സിലിങ്ങനെ കയറിയിരിക്കുകയാണ്. കുറേ ചെറുപ്പക്കാരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന്. അതും തുടക്കത്തിലെ ഈ അമ്മമാരൊക്കെ പിള്ളേരിങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ആ മൊബൈൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ മാതാപിതാക്കളുടെ വിചാരം അവർ ശല്യം മാറിയെന്ന് അല്ല, അവർ ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ് ഈ മാതാപിതാക്കളും. കാരണം അവരുടെ സ്വപ്നമാണ് ഈ കുഞ്ഞുങ്ങൾ. ചുമന്ന് പ്രസവിച്ച് വളർത്തുന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നമാണ്. ഒരു 15 വയസ്സിനുള്ളിൽ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവരറിയുന്നില്ല. എപ്പോഴും എന്തിലോ ആണ് അവർ. ഏതോ ഒരു സൈറ്റിനകത്ത് അവരുണ്ട്. അവർക്ക് രഹസ്യമായ പാസ്വേഡുകളുണ്ട്. അമ്മമാർക്ക് തുറക്കാൻ പറ്റാത്ത സംവിധാനം അവർക്കറിയാം. കുഞ്ഞുങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾ മൊബൈല് ഒന്നുകിൽ അങ്ങനെ ആയാൽ മൊബൈൽ അങ്ങോട്ട് വിറ്റ് കളയുക, ഒരു കുഞ്ഞ് മൊബൈലായിട്ട് ജീവിക്കുക. അവരെ ഓർത്തെങ്കിലും നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുമാത്രമല്ല പരിഹാരം, നല്ല ചിന്തകൾ.
അവരെ രാവിലെ ഏതെങ്കിലും ഒരു സ്പോർട്സിലേക്ക് ഇൻവോൾവ് ആക്കുക. അവർക്ക് വേണ്ടി അവരുടെ കൂടെയെങ്കിലും ഒരു ബാറ്റ് കളിക്കുക. അവർ പുറം ലോകമായിട്ട് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. ഇന്നത്തെ തലമുറ പ്രകൃതിയോട് ഇണങ്ങുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്ത് വിലയും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. അവരുടെ കൂടെ നിൽക്കണം. അവരുടെ കൂടെ ചിലപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ പോകണം. നാളുകളായിട്ട് മൊബൈലായിട്ടിരിക്കുന്ന കുഞ്ഞിനെ വിളിച്ച് മോളെ വാ നടക്കാൻ പോകാം, അമ്മ കൂടെ പോകണം. അവളെ പുറം ലോകം കാണിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈലുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിടുവിക്കണം. ആക്ടിവിറ്റീസ് ഉണ്ടാക്കണം. അവരെ പിണക്കരുത്, അവരെ വെറുതെ വഴക്കിടരുത്. അവർ മുറി അടച്ചിട്ടിരിക്കാൻ അവസരം കൊടുക്കാതെ സ്നേഹം കൊണ്ട് അവരെ പുറത്തെടുക്കാൻ ഐഡിയാസ് കണ്ടുപിടിക്കുക. അങ്ങനെ അവരുടെ ജീവിതത്തെ ഒരു വലിയ ലക്ഷ്യമുള്ളവരാക്കി മാറ്റാൻ എന്തു ചെയ്യാം? മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരും കണ്ണുനീരോടെ ദൈവസ്ഥയിൽ ഇരിക്കുന്നവരുമാണെങ്കിൽ ദൈവം ഓരോ കുഞ്ഞുങ്ങൾക്കും വിടുതൽ കൊടുക്കാനുള്ള ഐഡിയാസ് അതേ അപ്പനും അമ്മയ്ക്കും കർത്താവ് കൊടുക്കും. ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയാം, കർത്താവ് അത് ചെയ്യട്ടെ. ഇന്ന് റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക്. 7-ാം വാക്യം നമ്മൾ വായിച്ചു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവം വെറുക്കുന്ന, ദൈവം തെറ്റായ ചിന്തകളെ തൻ്റെ ശത്രുവായിട്ടാണ് കാണുന്നത്. അതായത് ദൈവത്തോട് നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ അഴുക്ക് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മതി. ദൈവത്തെ നിങ്ങൾക്ക് വെറുക്കണമെങ്കിൽ അഴുക്ക് ചിന്തിച്ചാൽ മതി. പതുക്കെ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ്റെ മക്കൾ ഇത് അറിയണം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ഇന്ന് 8-ാം വാക്യം. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ജഡത്തിൻ്റെ ചിന്ത എന്ന് 7-ൽ പറയുന്നു, 6-ലും പറയുന്നു, 5-ൽ പറയുന്നു ജഡ സ്വഭാവമുള്ളവർ. ഇപ്പോൾ ഇതാ 8-ാം വാക്യത്തിലും പറയുന്നു ജഡ സ്വഭാവമുള്ളവർ. അതിൻ്റെ അർത്ഥം എന്താണ്? ചിന്തയാണ് സ്വഭാവം കൊണ്ടുവരുന്നത്. ചിന്തയാണ് വാക്ക് കൊണ്ടുവരുന്നത്. ചിന്തയാണ് പ്രവർത്തികൾ കൊണ്ടുവരുന്നത്. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ജഡ സ്വഭാവമുള്ളവർക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയില്ല. അവർ ചർച്ചിൽ വന്നാൽ കയ്യും കെട്ടി നിൽക്കും. അവർക്ക് ആരാധിക്കാൻ കഴിയില്ല. അവർക്ക് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ദൈവത്തെ തുള്ളിച്ചാടി സ്തുതിക്കാൻ കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലാത്ത ഒരു ജനറേഷൻ്റെ നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, ജഡസ്വഭാവമുള്ളവരായി സഭയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജഡീക തലമുറകളെ ആത്മസ്വഭാവമുള്ളവരാക്കി മാറ്റാൻ അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കണമേ, ഉപകരണങ്ങളാക്കണമേ. ഇപ്പം ജഡീക സ്വഭാവം ദൈവത്തോട് ശത്രുത്വമാണ്. ജഡീക ചിന്ത, ജഡീക സ്വഭാവം, ജഡീക ചിന്തകളാണ് ജഡീക സ്വഭാവത്തെ കൊണ്ടുവരുന്നത്. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ജഡീകമായി ചിന്തിച്ചിട്ട് ഞായറാഴ്ച വന്നിട്ട് ആത്മീക സ്വഭാവം കാണിക്കാൻ പറ്റുമോ? വിതച്ചത് കൊയ്യണ്ടേ? അതുകൊണ്ടാണ് ഞായറാഴ്ചകൾ വരുമ്പോൾ പലർക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തത്. ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറിയൊരു മഴ വരുമ്പോൾ സഭായോഗം മുടക്കിക്കളയും. അവർ പറയുന്നത് മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. നിങ്ങളെ തടയുന്നത് മഴയാണോ? ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഏലിയാവിനെ ഓടിച്ചവൻ, അരമുറുക്കി ആത്മശക്തിയോടെ ഓടിച്ചവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വില കൊടുക്കണം. ജഡസ്വഭാവം ദൈവം വെറുക്കുന്നു. ജഡസ്വഭാവമുള്ളവൻ ഒരു കുറ്റം കണ്ടുപിടിച്ച് അതിനെ വലുതാക്കുന്നു. ആത്മസ്വഭാവമുള്ളവൻ എത്ര വലിയ കുറ്റങ്ങളെയും മറ്റുള്ളവരുടെ തെറ്റുകളെയും ക്ഷമിക്കാൻ പ്രാപ്തിയുള്ളവരുമാണ്.
അപ്പോൾ ജഡീകനും ആത്മീകനും സഭകളിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല, എന്നാൽ ആവശ്യത്തിനുണ്ട്. എന്നാൽ എല്ലാവരും ആത്മസ്വഭാവമുള്ളവരായാൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചർച്ചിൽ എല്ലാവരും ദൈവിക ആത്മസ്വഭാവമുള്ളവരായി തീരണമെന്നില്ല. എന്നാൽ ആര് ആത്മസ്വഭാവമുള്ളവരാണോ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 2 പേർ ദൈവത്തെ ആരാധിച്ചു. ഭൂമിയിൽ ആദ്യമായിട്ടൊരമ്മ പ്രസവിച്ച കയീൻ എന്ന വ്യക്തിയും, രണ്ടാമത് അതേ അമ്മ തന്നെ പ്രസവിച്ച ഹാബേൽ എന്ന വ്യക്തിയും, 2 പേരും ദൈവത്തെ ആരാധിക്കാൻ വന്നു. ഒരുവൻ ജഡീകനായിരുന്നു, അപരനോ ആത്മികനായിരുന്നു. ആത്മികന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. അത് ജഡീകന് ദേഷ്യമായി. ദൈവം പ്രസാദിച്ചു എന്ന കാരണത്തിന് ജഡീകൻ ആത്മികനെ കൊന്നുകളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം ഒരാളെ അനുഗ്രഹിച്ചു, ദൈവം ഒരാളെ ഉയർത്തി. പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനിൽ പ്രസാദിച്ചാൽ അനുഗ്രഹം, സമാധാനം, ഉയർച്ചകൾ എല്ലാം അവൻ്റെ മേൽ വരികയാണ്. ദൈവം ഒരുവനിൽ പ്രസാദിച്ചാൽ സമാധാനവും സന്തോഷമൊക്കെ കവിഞ്ഞൊഴുകും. അവൻ്റെ വീട്ടിലെ ചിരിയും, ഹാബേലിൻ്റെ വീട്ടിലെ ചിരിയും, ഹാബേലിൻ്റെ ജീവിതത്തിലെ ആനന്ദവും, അവന് ദൈവം കൊടുത്ത സമൃദ്ധിയും കയീൻ കണ്ടു. നമ്മൾ ഒറ്റടി വായിക്കുകയാണ്. ആരാധന കഴിഞ്ഞ് ഉടനെയല്ല കൊല്ലാനായിട്ട് കൊണ്ടുപോയത്. ദൈവം പ്രസാദിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നോഹയുടെ ആരാധനയിൽ ദൈവം അവനോട് പ്രസാദിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യൻ നിമിത്തം ഇനി ഞാൻ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും വേനലും മഴയും ഇതൊന്നും നിന്നു പോകുകയില്ല. കുറേ അനുഗ്രഹങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവം പ്രസാദിച്ചാൽ ദൈവപ്രസാദമുള്ളവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പൊ ചിലർ കൃപകൾ പ്രാപിക്കുകയും, ചിലർ അഭിഷേകത്താൽ നിറയുകയും, ചിലർ ഉയർച്ചകൾ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അതേ സഭയിലുള്ള അതേ അടുത്തിരിക്കുന്ന പലർക്കും അസൂയയും വിദ്വേഷവും തെറ്റിദ്ധാരണകളും. സഭയിൽ 2 പക്ഷമാണ്. ചിലരോട് മാത്രമാണ് ചിലർക്ക് സ്നേഹം. സഭയിൽ പന്തിയിൽ 2 പക്ഷം പാടില്ല. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളൊക്കെ കൊണ്ടുവന്ന് സഭകളെ പൊളിക്കുന്നവർ പോലും ഇന്ന് ദൈവരാജ്യത്തിൽ പിശാച് അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ആത്മികൻ എപ്പോഴും ഹാബേലിനെ പോലെയായിരിക്കണം, നോഹയെ പോലെയായിരിക്കണം, അബ്രഹാമിനെ പോലെയായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കും. ഞാൻ എവിടെ ചെന്നാൽ, അബ്രഹാം എങ്ങോട്ടൊന്നില്ലാതെ പുറപ്പെട്ടു, പോയിടത്തെല്ലാം യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ അബ്രഹാം ആരാധിച്ചിടത്തെല്ലാം അവൻ്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഉറവകൾ തുറന്നു വെച്ചിരുന്നു. അബ്രഹാം ആരാധിച്ച സ്ഥലമെല്ലാം ചരിത്ര സ്ഥലങ്ങളായി അനുഗ്രഹത്തിൻ്റെ സ്ഥലമാക്കി ദൈവം മാറ്റി. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ആരാധന അടുത്ത തലമുറയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് മറക്കരുത്. ഞങ്ങളുടെ പപ്പയും മമ്മിയും ദൈവത്തെ ആരാധിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് എന്ന് പറയുന്ന എത്രയോ ചെറുപ്പക്കാരായ മിടുക്കൻ പാസ്റ്റർമാരെ ഞാൻ കണ്ടു. ഒത്തിരി ദൈവദാസന്മാരെ കണ്ടു. ഓസ്ട്രേലിയയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു ദ്വീപിൽ ചെന്നപ്പോൾ, ഒരു ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്റർ, മലയാളിയാണ്, ഒരു ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഒരു പ്രിയ ദൈവദാസൻ്റെ, അപ്പോൾ തന്നെ ഒരു സഭയുടെ പാസ്റ്ററായിരുന്ന ഒരു ദൈവദാസൻ്റെ മോനാണ്. 2 ആൺപിള്ളേർ, ഒരാൾ അമേരിക്കയിലും ഒരാൾ ടാസ്മേനിയ എന്ന സ്ഥലത്താണ്. ഓസ്ട്രേലിയയിലെ മനോഹരമായൊരു ദ്വീപാണ്, കാണേണ്ട ഒരു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഓക്സിജൻ ഉള്ള സ്ഥലമെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതായത്
ചൈനക്കാർ അവിടുത്തെ ഓക്സിജൻ കൊണ്ടുപോയിട്ട് ടാസ്മേനിയയുടെ ഓക്സിജൻ എന്നും പറഞ്ഞ് $5 വിൽക്കുന്നുണ്ട്. ആ ഓക്സിജൻ്റെ ടിന്ന് പൊട്ടിച്ചോടനെ ശ്വസിക്കണം. തീർന്നു, $5 തീർന്നു. ചൈനക്കാരാരാ മക്കള്, എങ്ങനെ അവർ പൈസ ഉണ്ടാക്കും? അവിടെ ഒരു വലിയ ടാസ്മേനിയനിൽ ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററായി മാറി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പപ്പ, ഞങ്ങളുടെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് കർത്താവിനെ സേവിച്ചു. ആ കാലത്ത് സുവിശേഷ വില വേണ്ടെന്ന് വെച്ചതാണ്. എങ്കിലും ഞങ്ങളുടെ അപ്പനും അമ്മയും വന്ന മാർഗം നല്ലതായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഈ ലൈനിലെത്തി ഉയർന്നു വന്നവരെ കണ്ടു. ഇളയ മകനെ അമേരിക്കയിൽ വെച്ച് കണ്ടു. ആ അപ്പനെ അമ്മയെ അമേരിക്കയിൽ ആ ഇളയ മകൻ്റെ കൂടെ കണ്ടു. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ. ദൈവത്തെ ആരാധിക്കുന്നവരുടെ തലമുറകൾ ഒരിക്കലും കുറഞ്ഞു പോകില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ആത്മസ്വഭാവമുള്ളവർ, നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല ജീവിതമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ആരാണ്? ആർക്ക് കഴിയും? ആത്മീകർക്ക്. ചിന്താഗതികൾ മാറ്റി ജീവിതത്തെ സൂക്ഷിക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠരാണ്. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ബലമേറിയ കൈകളിൽ ഏൽപ്പിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു തലമുറയായി ഈ സന്ദേശങ്ങളും ഈ കേട്ട സാക്ഷ്യങ്ങളും ഇവർക്ക് കൈ മുതലായി തീരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. അത്ഭുത വാർത്തകൾ ഈ വീട്ടിൽ നിന്ന്, ഈ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കും. നാളെ രാവിലെ 10:30 നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ കടന്നു വരുമല്ലോ. മഴ എന്ന് പറഞ്ഞ്, കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞ് വീടുകളിൽ ഇരിക്കരുത്. ഒരു നല്ല തീരുമാനം എടുത്ത് ഇന്ന് തന്നെ തീരുമാനിച്ചാൽ നാളെ നിങ്ങൾ വന്നിരിക്കും. ഒരുമിച്ച് ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു. യേശുവിൻ സ്നേഹത്തിൽ നിന്നോമൻ